തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എറണാകുളത്ത് വിമതശല്യം ഒഴിവാക്കാൻ പുതിയ തന്ത്രവുമായി കോൺഗ്രസ്. വിമത വെല്ലുവിളി ഉയർത്തുന്നവർക്ക് കൗൺസിലിംഗ് നൽകാനാണ് തീരുമാനം. അച്ചടക്ക നടപടി കൊണ്ട് കാര്യമില്ല എന്ന നിലപാടിൽ ആണ് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. വിമതശല്യം ഉണ്ടായാൽ സാഹചര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും. കഴിഞ്ഞ തവണ കൊച്ചി കോർപ്പറേഷനിൽ ഉണ്ടായ തിരിച്ചടി പാഠമാണ് എന്നും മുഹമ്മദ് ഷിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. നമ്മൾക്കറിയാം, കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനുണ്ടായ സാഹചര്യം റിബൽ ശല്യമാണ്. പ്രത്യേകിച്ചും ആ റിബലുകളാണ് പിന്നീട് LDFന് പിന്തുണ കൊടുത്തത്. അപ്പോൾ ആ തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ ഈ കഴിഞ്ഞ കാലയളവിലെല്ലാം ഞങ്ങളുടെ പ്രവർത്തകരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥിമാരാകാൻ താല്പര്യമുള്ളവർ അതാത് വാർഡ് കമ്മിറ്റികളിൽ, കോർപ്പറേഷൻ ഡിവിഷൻ കമ്മിറ്റികളിലൊക്കെ അവരവരുടെ താല്പര്യങ്ങൾ അറിയിച്ച് അതിൽ ഏറ്റവും ഉചിതമായ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിമാരെ തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥിമാരെ വിജയിപ്പിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകളുടെ ഉത്തരവാദിത്തം എന്ന് നമ്മൾ അവരെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ആരെങ്കിലുമൊക്കെ അത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പോകുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ അവരെ തിരുത്താൻ പാർട്ടിക്ക് കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത്തവണ ഒരു വാർഡുകളിലും ഒരു റിബല് പോലും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി പോൾ ആണ് ചേരുന്നത്. ഡാനി, മുഹമ്മദ് ഷിയാസ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ റിബലുകൾ വലിയ തോതിൽ വിജയസാധ്യത ഇല്ലാതാക്കിയ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണത്തേത്. ഇനിയിപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തി നിൽക്കുകയാണ്. ഉടൻ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി അടക്കം പ്രഖ്യാപിക്കുന്ന സാഹചര്യവും ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ റിബലുകൾ ആരൊക്കെയാകും എന്ന ഒരു കണക്കുകൂട്ടൽ ഇപ്പോഴേ കോൺഗ്രസിനുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അഭിലാഷ, തീർച്ചയായും. കാരണം ആ രീതിയിലാണ്. കാരണം വളരെ കൃത്യമായ രീതിയിൽ, വളരെ സൂക്ഷ്മതയോടുകൂടി ജില്ലാ കോൺഗ്രസ് നേതൃത്വം കുറച്ചുകൂടി നേരത്തെ തന്നെ ഈ വർക്കുകൾ, അടിസ്ഥാനപരമായ വർക്കുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. കാരണം അതിനൊരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ജില്ലയിൽ ഈ കോൺഗ്രസിൻ്റെ ഒരു കോട്ട എന്നെല്ലാം തന്നെ എറണാകുളത്തെ വിശേഷിപ്പിക്കുമെങ്കിലും പലപ്പോഴും പലയിടത്തും വളരെ നിർണായകമായ സ്വാധീനമുള്ളിടത്തെല്ലാം തന്നെ അത് നഷ്ടപ്പെടുന്ന ഒരു കാഴ്ചയും കാണേണ്ടി വരുന്നു. ഉദാഹരണത്തിന് കൊച്ചിൻ കോർപ്പറേഷൻ തന്നെ അതൊരു ഉദാഹരണമാണ്. വിമതർ 4 പേരുണ്ട്. അതായത് 4 പേരും ഇടത് ചേരിയിലേക്ക് നീങ്ങുന്നു എന്നൊരു കാഴ്ചയെല്ലാം തന്നെ വളരെ അവിശ്വസനീയമായിട്ട് തന്നെയായിരുന്നു അന്ന് കോൺഗ്രസ്സുകാർ തന്നെ ഉൾക്കൊണ്ടത്. അപ്പോൾ ഇത്തവണ അത് കുറച്ചുകൂടി നേരത്തെ തന്നെ പ്രവർത്തനത്തിന് ഇറങ്ങുക, ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കുക, കൃത്യമായിട്ട് ഏതെല്ലാം സ്ഥലങ്ങളിലാണ് ഈ കഴിഞ്ഞ തവണ റിബലുകൾ ഉണ്ടായത്, അവിടെ കൂടുതൽ പ്രവർത്തനങ്ങൾ ചിട്ടയായിട്ട് നടത്തി കൂടുതൽ ഏകോപനങ്ങൾ അവിടെ ഉണ്ടാക്കുക. ജില്ലാ കോൺഗ്രസ് നേതൃത്വം DCC ആ രീതിയിൽ വലിയ ഇടപെടലുകൾ പലയിടത്തും തന്നെ നടക്കുന്നുണ്ട്. DCC പ്രസിഡന്റ് തന്നെ നേതൃത്വത്തിൽ ആ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ജില്ലാ ഇതിൽ വലിയ രീതിയിലൊരു തിരിച്ചടികൾ ഉണ്ടാകാതെ നോക്കുക. ഈ കൊച്ചിൻ കോർപ്പറേഷൻ സംഭവം അതൊരു പാഠമാണ് എന്ന് തന്നെ പറയുന്നു. അപ്പോൾ വിമതർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ റിബലുകൾ സൃഷ്ടിക്കപ്പെടുന്നു, അത് സ്വാഭാവികമായും തന്നെ ഉണ്ടാകും. ഒരുപക്ഷെ കോൺഗ്രസിൽ തന്നെയായിരിക്കാം കൂടുതൽ റിബലുകളെല്ലാം തന്നെ രൂപപ്പെടാൻ സാധ്യതയെന്ന് പറയുന്നു. അത് നൽകുന്നൊരു സ്വാതന്ത്ര്യമാണ് എന്നവർ പറയുന്നുണ്ടെങ്കിൽ കൂടിയും അതിൽ കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പലരുടെയും വിജയസാധ്യതയെ ബാധിക്കുന്നുണ്ട്. കോർപ്പറേഷൻ്റെ അനുഭവം മറ്റിടങ്ങളിലേക്ക് പോകരുതെന്ന നിർബന്ധവും ഇക്കുറിയുണ്ട്. അതുകൊണ്ട് ഒരു കൗൺസിലിംഗ് അടക്കം നൽകുക. കാരണം സ്ഥാനാർത്ഥി നിർണയവും കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ വരുമ്പോൾ കൃത്യമായ രീതിയിൽ തന്നെ അവരുടെ ഈ അച്ചടക്ക നടപടി എന്നതിനേക്കാൾ അവരെ ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അവരെ ഉപദേശിച്ച് നന്നാക്കുക എന്നെല്ലാം പറയുന്നത് പോലെ ആ രീതിയിലേക്ക് അവരെ വരിക. പാർട്ടിയാണ് പ്രധാനം, നമ്മൾക്ക് ഇത്തവണ തോൽക്കാൻ പറ്റില്ല എന്നൊരു സന്ദേശം എല്ലാവരിലേക്കും നൽകുക എന്നതെല്ലാം തന്നെയാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ആ രീതിയിലുള്ളൊരു ഏകോപനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഇപ്പോഴേ ഈ ബ്ലോക്ക് തല പഞ്ചായത്തുകളെല്ലാം തന്നെ കണക്കെടുമ്പോൾ ഒപ്പത്തിനൊപ്പം തന്നെ നിന്ന് പൊരുതുന്നൊരവസ്ഥയിലേക്ക് എല്ലാം തന്നെ പോകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടി ചിട്ടയായ രീതിയിലുള്ളൊരു പ്രവർത്തനത്തിലേക്ക് അത് കൊണ്ടുപോയിക്കൊണ്ട് ഈ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള വീഴ്ചകൾ ഉണ്ടാകാതെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതെല്ലാം തന്നെയാണ് ഇവരൊരു മാസ്റ്റർ പ്ലാനായിട്ട് അവതരിപ്പിക്കുന്നത്. അതിന് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റിബലുകൾ ഒഴിവാക്കുക എന്നതാണ്. കൂടുതൽ ഈ പഞ്ചായത്തുകളുടേതടക്കമുള്ള കാര്യങ്ങളിൽ ഇത്തരം റിബലുകൾ, കാരണം വളരെ നിസ്സാര വോട്ടുകൾ, ഒരു 50 വോട്ട് 60 വോട്ട് പിടിച്ചാൽ പോലും ഒരു വാർഡുകളിലടക്കം വലിയ രീതിയിലുള്ള അട്ടിമറികൾ സൃഷ്ടിക്കപ്പെടും. അപ്പോൾ അതുണ്ടാകാതെ നോക്കുക, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക, കൃത്യതയോടുകൂടി മുന്നോട്ട് പോവുക. ഇതെല്ലാം തന്നെയാണ് ഇക്കുറി വിഭാവനം ചെയ്യുന്നത് എന്നതാണ് DCC പ്രസിഡന്റ് പറയുന്നത്. ഏതായാലും തല്ലല്ല തലോടലാണ് നല്ലത് എന്നൊരു വിശ്വാസത്തിലാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. അഭിലാഷ, തീർച്ചയായും. അതായത് ഈ സൂചിപ്പിക്കുന്ന പോലെ
പാർട്ടി തലത്തിൽ നടപടിയെടുത്തത് കൊണ്ടൊന്നും, ഇപ്പോൾ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കേഡർ സംവിധാനമൊന്നുമില്ല. പലപ്പോഴും നേതാക്കൾ പരസ്യമായി പ്രതികരണങ്ങൾ നടത്തുന്നു. അത് മുതിർന്ന നേതാക്കളുടെ ഭാഗത്ത് നിന്നടക്കം അത്തരം പ്രവണതകൾ നമ്മൾ കണ്ടുവരുന്നതാണ്. അത് താഴെത്തട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമാണ് അതിലേറെ തീവ്രമായി പ്രതികരണങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഏത് നിലയിൽ, അതായത് പാർട്ടി തന്നെ അതുമായി ബന്ധപ്പെട്ടൊരു ഫോറത്തെ ചുമതലപ്പെടുത്തുകയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൃത്യമായ ചുമതല, അതായത് ഈ വിമതരെ ആ ശല്യം ഒഴിവാക്കുന്നതിന്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നതിന് ആ നിലയിൽ ഉള്ള ഒരു ഫോറം രൂപപ്പെടുത്തുക, അങ്ങനെ ഒരു പദ്ധതിയാണോ പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത്? ഏതായാലും ജില്ലാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഈ ഒരു ആശയം ഉണ്ട്. അത് ഈ നേതൃത്വം തന്നെ അത് നടപ്പാക്കുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ രീതിയിൽ വിമതരില്ലാത്തൊരു കോൺഗ്രസ് എന്നെല്ലാം തന്നെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കുമ്പോൾ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അത് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും തന്നെ ഇല്ലാതാക്കുക എന്ന ശ്രമമാണ്. ചുരുങ്ങിയ പക്ഷേ അതിൻ്റെ എണ്ണമെങ്കിലും കുറയ്ക്കാനായിട്ട് ഈ നടപടികളിലൂടെ സാധിക്കുമെന്നതാണ്. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പ്രധാനമായും ഈ കാര്യം DCCയോടെല്ലാം തന്നെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ ഉള്ളവർ തന്നെ, ജനപ്രതിനിധികൾ തന്നെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. കാരണം ഇതൊരു ഏതാണ്ടൊരു വാട്ടർലൂ എന്ന് പറയുന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോവുകയാണ്. തദ്ദേശത്തിന് അതിൻ്റെ ചുവടെ തന്നെയാണ് ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പെല്ലാം തന്നെ വരാനിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ അവിടെയും പ്രതിഫലിക്കുന്നു. അത് വളരെ രൂക്ഷമായിട്ട് തന്നെ ബാധിക്കുന്ന ഘട്ടത്തിലേക്കെല്ലാം തന്നെ പോകുന്നു. അപ്പോൾ തദ്ദേശത്തിൻ്റെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിൻ്റെ ഫലങ്ങൾ എന്ന് പറഞ്ഞാൽ കൃത്യമായൊരു ദിശാസൂചികയാണ്. കേരളം എങ്ങോട്ടേക്ക് മാറുന്നു എന്നത് കൃത്യമായി തന്നെ അത് അറിയാൻ പറ്റും. കാരണം അടിസ്ഥാനപരമായിട്ടുള്ള അതിൻ്റെ ഒരു അടിവേര് തന്നെയാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം ചൂണ്ടുപലകകൾ തങ്ങൾക്ക് അനുകൂലമാക്കുക, അങ്ങനെ അനുകൂലമാക്കണമെങ്കിൽ കൃത്യമായ രീതിയിൽ തന്നെ ഈ റിബൽ ശല്യം ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. അവിടെ തങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. കോൺഗ്രസ്സിന് എറണാകുളം ജില്ലയ്ക്കകത്തുനിന്ന് വലിയ രീതിയിലുള്ളൊരു സംഭാവന നൽകാൻ കഴിയുന്നൊരിടമാക്കി എറണാകുളത്തെ മാറ്റാൻ കഴിയുമെന്ന് തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കപ്പെടുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇത് വലിയ രീതിയിലുള്ള തിരിച്ചറിവും തിരിച്ചടിക്കൊപ്പം തന്നെ തിരിച്ചറിവുണ്ടാക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു. അപ്പോൾ അത് എങ്ങനെയാണ് തങ്ങളുടെ ഭാഗത്തു നിന്ന് വന്ന ഈ വിമതർ ഇടതുപാളയത്തിലേക്ക് പോകാൻ കഴിഞ്ഞത്, അവരവിടേക്ക് പോകുമ്പോൾ അവരെ എന്തുകൊണ്ട് പാർട്ടിക്കൊപ്പം നിർത്താൻ കഴിഞ്ഞില്ല എന്നതെല്ലാം തന്നെ വലിയ ചോദ്യമാണ്. ആരുടെ വീഴ്ചയാണ്? അന്ന് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർ ഏത് രീതിയിൽ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ എന്ത് നിലപാടെടുത്തു എന്നതെല്ലാം തന്നെ ആലോചിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു വിലയിരുത്തലടക്കം നടക്കുന്നു. അപ്പോൾ അത്തരം വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയണം. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിലുള്ള ആസൂത്രണത്തോടു കൂടി നടപ്പാക്കിയില്ലെങ്കിൽ കോൺഗ്രസിന് തന്നെ അതറിയാം, UDFന് തന്നെ ഇത് കൃത്യമായി അറിയാം. കാരണം വലിയ തിരിച്ചടികൾ ഉണ്ടായാൽ അത് കൃത്യമായും അത് തദ്ദേശത്തിലുണ്ടാകുന്ന തിരിച്ചടി സ്വാഭാവികമായും അത് സംസ്ഥാന തലത്തിലുണ്ടാകുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരം വീഴ്ചകളില്ലാതെ മുന്നോട്ട് പോവുക, വലിയ ഇടർച്ചകളില്ലാതെ എറണാകുളത്തെ കോൺഗ്രസിനോട് ചേർത്ത് നിർത്തുക എന്ന രീതിയിൽ തന്നെയാണ്